മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. സോഫ്റ്റ് സ്കിൽസ് ഫോർ ബിസിനസ് സക്സസ്. ടെക്നിക്കൽ സ്കിൽസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലുകളായിട്ടുള്ള ഹാർഡ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. ഹാർഡ് സ്കിൽസ് ഇസ് അക്വയർഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് അതർ ടെക്നിക്കൽ സ്കിൽസ്, കേപ്പബിലിറ്റീസ്, എബിലിറ്റീസ് ഒക്കെ. പക്ഷേ ഇതിനോടൊപ്പം എല്ലാം കമ്പൈൻ ചെയ്ത് പോകാവുന്ന രീതിയിൽ ഇതിനൊക്കെ തരണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഇന്ന് സോഫ്റ്റ് സ്കിൽസ് ആർ വെരി വെരി എസെൻഷ്യൽ. അപ്പം അത് കാരണം ഹാർഡ് സ്കില്ല് മാത്രം ഒരു മനുഷ്യന് പോരാ, അതിനോടൊപ്പം ഹാർഡ് സ്കില്ലിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് വേണം? സോഫ്റ്റ് സ്കിൽസും വേണം. ഈ സോഫ്റ്റ് സ്കിൽസിൽ വരുന്നതാണ് ഹൗ വി ആർ ഇൻട്രാക്റ്റിംഗ്, ഹൗ വി ആർ ബിഹേവിങ് വിത്ത് അതേഴ്സ്, ഹൗ വി ആർ വിത്ത് ദി അതർ എംപ്ലോയീസ്, അതർ ഫെലോ എംപ്ലോയീസിൻ്റെ ഒപ്പം നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്, which type of interaction, how we are taking the jobs that are assigned to us, how we are segregating or delegating our jobs to our subordinates or between our fellow people, അല്ലെങ്കിൽ നമ്മുടെ ടീം വർക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് how we are sharing our job, how we are speaking with them, how we are tackling the situation, how we respond to the problems. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് സോഫ്റ്റ് സ്കിൽസിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്? വിത്തൗട്ട് സോഫ്റ്റ് സ്കിൽസ് ഒരു പേഴ്സണിന് നന്നായിട്ട് പഠിക്കാനറിയാം, പക്ഷേ അയാൾക്ക് കിട്ടിയിട്ടുള്ള ജോബ് ടീച്ചിങ് ആണ്. ഹി ഈസ് വെരി എക്സലൻറ്റ് ഇൻ his studies, but he doesn't know to teach another person. He doesn't know to teach the students. എങ്ങനെയാണ് ഒരു കാര്യം പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ is not fit for the job of a teacher. How we are expressing, how you are putting others to do this work. ഇന്ന് ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. കുട്ടികൾക്ക് റൈറ്റ് പാത്തിൽ പോകാനായിട്ട് ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ, റോൾ ഓഫ് ഫെസിലിറ്റേറ്റർ, അത്രേ നമ്മുടെ ആവശ്യമുള്ളൂ. കാരണം കുട്ടികൾ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ആർ മോർ കേപ്പബിൾ ടു ഡു തിങ്സ്. സോ ജസ്റ്റ് അവരിനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്താൽ മതി, അവർ ആ ലൈനിലേക്ക് അവർ വന്നോളും. സോ അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ലീഡറാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോ വർക്കർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ടീമിലൊരു മെമ്പറാണ്, അല്ലെങ്കിൽ ടീമിലൊരു ലീഡറാണ്. അപ്പം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരനെ നമ്മൾ എങ്ങനെയാണ് കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽസിൽ പറയാനുള്ളത്. ഓക്കെ, ഹാർഡ് സ്കിൽസ് ലൈക്ക് ടെക്നിക്കൽ നോളജ്, എഡ്യൂക്കേഷൻ ആർ സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് സ്കിൽസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹാർഡ് സ്കിൽസ് ആർ വെരി എസെൻഷ്യൽ. ബട്ട് ടുഡേ സോഫ്റ്റ് സ്കിൽസ് ദാറ്റ് കോംപ്ലിമെൻറ്റ് ഹാർഡ് സ്കിൽസ് ആർ ഓൾസോ പ്രൂവിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഹാർഡ് സ്കിൽസിനോടൊപ്പം തന്നെ ഇന്ന് കോംപ്ലിമെൻ്റ് ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് സോഫ്റ്റ് സ്കിൽസാണ്. ദാറ്റ് മേക്ക് every employee to know what is hard and what is soft. നമുക്ക് ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായാൽ പോരാ. ഈ ടെക്നിക്കൽ സ്കിൽ നമ്മുടെ ജൂനിയറിനോ അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനോ അത് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള ഒരു കഴിവാണ് ഒരു എംപ്ലോയിക്ക് വേണ്ടത്. ഓക്കെ, ദ ടേം സോഫ്റ്റ് സ്കിൽസ് is used to indicate all the competencies that are not directly connected to a specific task. They are necessary in any position as they mainly refer to the relationships with other people involved in the organization. Hard skills are the specific capabilities which are very important to perform a particular job.
ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിനെ ടെക്നിക്കൽ സ്കില്ലായിട്ടുള്ള ഹാർഡ് സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഹൗ the worker is getting in contact with his job and how he is getting contact with his co-worker deals with the soft skills. അപ്പം ഇവിടെ പറയുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ഹാർഡ് സ്കിൽ ക്യാൻ ബി ദ എബിലിറ്റി ഓഫ് എ വർക്കർ to regulate and control a machine to fabricate a component, while a soft skill is his capability of collaborating with the colleagues working at the same factory department. ഒരു ടെക്നിക്കൽ സ്കിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു കാര്യം മാനുഫാക്ചർ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഒരു കോമ്പോണൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇഫ് ഹി ഈസ് എ ഹാർഡ് സ്കിൽ ടാലൻറ്റഡ് പേഴ്സൺ. അതിനോടൊപ്പം നമുക്ക് ദാറ്റ് ഈസ് ആ ഒരു ഇതിലേക്ക് അയാൾ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ he should get the help of the other people, other colleagues, persons who are working with him. അപ്പോൾ അയാളുടെ കൂടെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ എല്ലാവരുടെ ഹെൽപ്പും അയാൾക്ക് വേണം. ഹൗ ഹി ഈസ് ഗെറ്റിംഗ് ഇറ്റ്, എങ്ങനെയാണ് എല്ലാവരുടെ ഒരു കോപ്പറേഷനോട് കൂടിയിട്ട് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സോഫ്റ്റ് സ്കിൽ. അപ്പം ഇന്ന് ഓർഗനൈസേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് സ്കില്ലായിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ഓൺ ദി അതർ സൈഡ് വി ഓൾസോ ലുക്ക് ഓൺ ഹിസ് സോഫ്റ്റ് സ്കിൽസ്, ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു നേരത്തെ 5 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൗ ഹി ഈസ് സ്പീക്കിംഗ്, ഹൗ ഹി ഈസ് വാക്കിംഗ്, ഹൗ ഹി ഈസ് ഇൻറ്ററാക്റ്റിംഗ്, how is making a sentence, how he is texting the messages, how he is framing the messages. ഇതിനൊക്കെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലുള്ള നോളജ്. ഇന്ന് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാണ്. അപ്പോൾ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും കമ്പൈൻ ചെയ്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, സോഫ്റ്റ് സ്കിൽസിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, സോഫ്റ്റ് സ്കിൽസ് ആർ ദ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ഇൻഹെറൻറ്റ് സോഷ്യൽ ക്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് needed for success on the job. Soft skills characterize how a person interacts in his relationships with others. എങ്ങനെയാണ് സോഫ്റ്റ് സ്കില്ലുള്ള ഒരു പേഴ്സൺ is interacting with the other person, how he is maintaining the relationship, how he is going on with them എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇറ്റ് ടേക്സ് മച്ച് മോർ കമ്മിറ്റ്മെൻറ്റ്, awareness of one's own fault and openness to overcome a personal trait than a lack of technical knowledge. ടെക്നിക്കൽ നോളജ് കുറവുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് സോഫ്റ്റ് സ്കിൽസ് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? സോഫ്റ്റ് സ്കിൽസ് ഹെൽപ്പ് ഈച്ച് വൺ ടു ഗ്രോ ഹിംസെൽഫ്. നമുക്ക് നമ്മളെ തന്നെ വളരാൻ സഹായിക്കുന്നതാണ്, നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില ആൾക്കാർ ഭയങ്കര പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തികൾ, എ പേഴ്സൺ ഹു സ്റ്റഡി വെൽ, സംടൈംസ് ദേ ആർ വെരി ഇൻട്രോവേർട്ട്, പലപ്പോഴും പുറത്തേക്കേ വരില്ല, പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സ്പീക്കിംഗ് പോലും ഉണ്ടാവില്ല. അവരെപ്പോഴും പുഴുക്കളായിട്ട് തന്നെ അവർ റൂമിൽ തന്നെ ഒതുങ്ങുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ വെൻ എ പേഴ്സൺ ഇസ് ഡെവലപ്ഡ്, നമ്മൾ ബുക്കിൽ നിന്ന് കിട്ടുന്ന നോളജ് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹൗ ടു ട്രാവൽ alone, how to do things alone,
Because we cannot live in the world always depending on somebody. എപ്പോഴും നമുക്ക് ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു തിങ്സ് ഓൾ അലോൺ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് യു ഇൻ ടേക്കിംഗ് ഡിസിഷൻ. ഇറ്റ് ഹെൽപ്സ് യു ടു സ്പീക്ക് മോർ വിത്ത് when you are with persons with you are not known at all. നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരുടെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോബിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക? വാട്ട് വി ക്യാൻ ടോക്ക്, ഹൗ വി ക്യാൻ ബിഗിൻ എ ടോക്ക്. അങ്ങനെ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കിതിലുണ്ട്. ആണ് സോഫ്റ്റ്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ 4 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ഹൗ ഹീ ഈസ് സ്റ്റാൻഡിങ്, ഹൗ ഹീ ഈസ് ലുക്കിംഗ്, ഹൗ ഹീ ഈസ് സ്മൈലിംഗ്, ഇതൊക്കെ അവിടെ കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ to make ourselves understand about the weaknesses we have. ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, സോഫ്റ്റ് സ്കിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ്സസ് എന്താണ്, നമ്മുടെ പോസിറ്റീവ്സ് എന്താണ്, നമ്മുടെ ത്രെറ്റ്സ് എന്താണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ തന്നെ അറിയാൻ, നമുക്കുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ, ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ചില കുട്ടികളുണ്ടായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ അവർക്ക് 4 ആൾക്കാരുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ, ഇന്ന് പല കുട്ടികൾക്കും stage fear. 90% of the students are not having stage fear at all. അതിന് റീസൺ എന്താ? ചെറുപ്പം മുതൽ റൈറ്റ് ഫ്രം LKG നമ്മളൊരു റൈം പഠിച്ചാലും നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞു വന്നാലും ക്ലാസ്സിൻ്റെ മുൻപിൽ നിർത്തി നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന്. അപ്പം when we talk in front of 5 persons or 10 persons or 30 persons, the fear is out. നമുക്ക് സംസാരിച്ച് നമ്മുടെ പേടി മാറണം. അപ്പം ഇന്ന് പല ഇതിലും കുട്ടികളൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ ഇല്ല. അത് കാരണം തന്നെ എത്ര പ്രോഗ്രാം ആങ്കേഴ്സാണെന്ന് കയറി വരുന്നത്. നോട്ട് ഓൺലി ചാനൽ മീഡിയാസിൽ മാത്രമല്ല, TV മീഡിയാസിൽ മാത്രമല്ല ഈ ആങ്കേഴ്സ് വരുന്നത്. ആങ്കറിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ നമ്മൾ കയ്യിലെടുക്കുന്ന ഒരു രീതിയാണ്. സോ ഹൗ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. സോ ഇവിടെ നമുക്ക് ആങ്കേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓർഗനൈസേഷനിൽ സോഫ്റ്റ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൗ വി ആർ ഇൻറ്ററാക്റ്റിംഗ് വിത്ത് അവർ കൊളീഗ്സ് എന്നുള്ള കാര്യങ്ങളാണ്. ഹൗ വി ആർ പുട്ടിംഗ് ദം ടു വർക്ക്, ഹൗ വി ആർ ഗെറ്റിംഗ് ദ വർക്ക്സ് ഡൺ ബൈ ദം ആൻഡ് ഹൗ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദം എന്നുള്ള കാര്യങ്ങളാണ്. Okay, communication, especially listening and empathizing instantly, became just as important as the qualifications, technical knowledge and other hard skills. So I have told you many times that listening to a person is also a way of communication. ഒരു പേഴ്സണിനെ ലിസൺ ചെയ്യാനിരിക്കുമ്പോൾ മറ്റൊരു പേഴ്സണിന് പറയാനുള്ളത് മുഴുവൻ തുറന്ന് പറയുമ്പോൾ ദ സ്ട്രെസ് ഇസ് റിലീവ്ഡ്, ദാറ്റ് പേഴ്സൺ ഇസ് റിലാക്സ്ഡ് ആൻഡ് സം പോസിറ്റീവ് എനർജി ഈസ് പാസ്ഡ് ഇൻസൈഡ്, so that he is totally free and he can work very freely in the organization. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറായിട്ട് വർക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. And we can consider that it as our own organization.
So without me, nothing can proceed. So I have to be there. So I have to put my job on there. That will be our primary responsibility. Okay. ഇനി നമുക്ക് soft skills can come in many forms, and it is defined as a combination of people and social skills, communication, and one's own personal traits such as workplace attitude. They include but are not limited to communication, coping under pressure, empathy, flexibility, a growth mindset. ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സോഫ്റ്റ് സ്കിൽസ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Okay, so first thing we are moving on with the professionalism in communication. How can you say a person is professional in communication? കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണോ? കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന വ്യക്തിയാണോ? ആരാണ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ എങ്ങനെയാണ് നമുക്കതിലൊരു പ്രൊഫഷണൽ ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. The most important aspect of any relationship, personal, casual or professional, is communication. Personal communication usually happens between family and friends. Personal communication can be extremely intense, but it is often casual. Casual communication includes interaction with people who are not our family or friends. Professional and business communication involves interaction with those we work with. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ or professional communication. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലും സംഭവിക്കുന്നത് ആരിലൂടെയാണ്? നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് ഇവരിലൂടെ സംഭവിക്കുന്നതാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു കാഷ്വൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലാത്ത ആൾക്കാരായിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. സോ ആ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കാഷ്വൽ എന്ന് പറയുന്നത്. And third one is professional അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് the people who we are interacting with the വർക്ക് പ്ലേസിലുള്ള ആൾക്കാരായിരിക്കാം, അതല്ലാതെ നമ്മൾ ക്ലയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു അവർ എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ ജോലീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ any spoken or written interaction that made with co-workers and or supervisors or represents workplace in professional communication. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും 80% നീങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ 80% ഇൻവോൾവ് ചെയ്യുന്നതും എനി വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് നീങ്ങിപ്പോകും. ഒന്നെങ്കിൽ നമ്മൾ സംസാരിക്കണ്ടാവും, വെർബൽ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ടാവും, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഫാമിലി മെമ്പേഴ്സായിട്ടും സംസാരിക്കുന്നുണ്ടാവും, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ജീവിതത്തിൻ്റെ 80% ഓഫ് ദി ഭാഗവും നമ്മൾ പോണത് സംഹൗ സം വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അത് കടന്നു പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇസ് അബൌട്ട് പാസിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ സോഫ്റ്റ് സ്കിൽസിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഗെയിം പോലത്തെ ഒരു പാർട്ട് വയ്ക്കാറുണ്ട്. ആ ഗെയിം പാർട്ടിൽ എന്താ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ സംടൈംസ് ദേ മേക്ക് us ടു സ്റ്റാൻഡ് ഇൻ എ സർക്കിൾ. അവിടെ ആ സോഫ്റ്റ് സ്കിൽ അക്വയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ മുഴുവനും സർക്കിൾ ഇതിൽ ഒരു ഷേപ്പിൽ നിൽക്കാനായിട്ട് പറയും. അങ്ങനെ എല്ലാവരും വെൻ ദേ ആർ സ്റ്റാൻഡിങ് ഇൻ ദ സർക്കിൾ ഷേപ്പ്, നമ്മൾ ഒരാളിനെ വിളിച്ചിട്ട് ദ പേഴ്സൺ ഹു ഈസ് ഗിവിങ് എ ടോക്ക് വിൽ ഗിവ് ഹിം എ മെസ്സേജ്. ഒരു ചെറിയൊരു മെസ്സേജ് അയാളുടെ ചെവിയിൽ അയാൾ പറഞ്ഞു കൊടുക്കും. ആൻഡ് ഹി ആസ്ക് ദിസ് പേഴ്സൺ ടു പാസ് ഓവർ. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ വൺ പേഴ്സൺ ടു അനദർ ഇങ്ങനെ പാസ് ചെയ്ത് വരും. ഫൈനലി വാട്ട് യു ഹിയർ ഇസ്, ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും സംഭവിക്കാറ്.
പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും സംഭവിക്കാറ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ് വരിക. ഹൗ ഇറ്റ് കംസ്? കാരണം ഓരോ വ്യക്തിയും കേട്ടത് എന്താണോ അതെങ്ങനെയാണോ അത് പറയുന്നത് അതിൽ വരുന്ന മാറ്റങ്ങളാണ് കേട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരിക. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക ഇതേപോലത്തെ തന്നെ ഒരു ചെറിയൊരു ഗെയിമിങ്ങിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു ഇൻഫർമേഷൻ, ഞാൻ ഇന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഈ വ്യക്തിനെ കണ്ടു എന്നാണ് പറഞ്ഞത്, റോട്ടിൽ വെച്ച് ഈ വ്യക്തിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഈ ഇൻഫർമേഷൻ പറഞ്ഞ് അവസാനം വന്നപ്പോഴേക്കും റോട്ടിൽ വെച്ച് മരിച്ചു എന്നായി ആ വ്യക്തിയുടെ കാര്യം. കണ്ടു എന്ന് പറഞ്ഞത് മരിച്ചു എന്നായി അവസാനം ലാസ്റ്റ് പേഴ്സണിൻ്റെ വായിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോഴേക്കും. കാരണം ആ ഇൻഫർമേഷൻ എങ്ങനെ സ്പ്രെഡായി. അത് നമ്മൾ കേൾക്കുന്ന വ്യക്തി അതെങ്ങനെയാണോ പറയുന്നത്, മറ്റൊരാൾ എങ്ങനെയാണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ രീതിയിലാവില്ല ചിലപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ടാവാം. ഡിഫറെൻ്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ എങ്ങനെ വാട്ട് വി ആർ സേയിങ് അത് ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് അബൌട്ട് പാസിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. This means that both the sending and the receiving of the message are equally important. അപ്പോൾ ഇതിൽ നിന്ന് തെളിയുന്നത് എന്താണ്? What information we are sending is equally important what we receive. നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് ഏത് രീതിയിലാണ് നമ്മൾ റിസീവ് ചെയ്യുന്നതും അതിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ requires both a speaker and writer to transmit the message and a listener to make sense of the message. ഒന്നെങ്കിൽ നമ്മൾ പറയുന്നത് അത് കേൾക്കുന്ന വ്യക്തി അത് കേൾക്കുന്ന രീതി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എഴുതുന്നൊരു വ്യക്തി അതെങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് മറ്റേ സൈഡിലുള്ള റീഡറിൻ്റെ കാര്യം. അപ്പോൾ രണ്ട് പേഴ്സണാലിറ്റീസ് ഇപ്പുറത്തും അപ്പുറത്തും ഉണ്ട്. A person who is saying and a person who is listening. Second one is a person who is writing and another person who is reading. അങ്ങനെയാണ് രണ്ട് വേരിയേഷൻ അവിടെ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ, the act imparting or exchanging information with other people, is an essential part of daily life, whether verbal, non-verbal or written. We are constantly seeking to connect with other human beings for different purposes. നമ്മളെല്ലാവരും ഈ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ there are 4 types of communication between senders and receivers. 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. ഒന്ന് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് കണ്ടക്റ്റിംഗ് മീറ്റിംഗ്സ്. ഒന്ന് റൈറ്റിംഗ്, സ്പീക്കിംഗ്, listening and conducting meetings. Each one is important to success in the workplace. അപ്പോൾ ഓരോ കാര്യങ്ങളും ഒരു ജോലി സ്ഥാപനത്തിൽ ചിലപ്പോൾ റിട്ടേൺ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും, ചില സമയത്ത് ചില ആൾക്കാർ പറയുന്നത് ലിസൺ ചെയ്യേണ്ടി വരും, അതും വൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് സംടൈംസ് we are supposed to conduct meetings. How we are conducting. അപ്പോൾ ഇതാണ് 4 കാര്യങ്ങളായിട്ട് നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് ആദ്യത്തെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അതിനുള്ള സമയം തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് oral communication used within an organization includes personal discussions, staff meetings, telephone discourse, formal and informal conversations, and presentations. The style of verbal communication used at a board meeting is different from the style of the verbal communication appropriate for working lunch, working as a customer service representative, or running into a colleague at an out of office event. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദി ഓർഗനൈസേഷൻ എന്തൊക്കെ സംഭവിക്കും.
പേഴ്സണൽ ഡിസ്കഷൻസ് വരാറുണ്ട്, ടെലിഫോണിക് ഡിസ്കഷൻസ് വരാറുണ്ട്, ഒരു സ്റ്റാഫ് മീറ്റിങ്ങുകൾ വരാറുണ്ട്, ഫോർമലും ഇൻഫോർമലായിട്ടുള്ള കോൺവെർസേഷൻസ് അവിടെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിന് പുറത്തേക്ക് ദ സ്റ്റൈൽ ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഇതിൽ ഓരോ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈൽസ്, നമ്മൾ നേരിട്ടൊരു പേഴ്സണിനെ കാണുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ആവില്ല ടെലിഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ. ദാറ്റ് വിൽ ബി മോർ പ്ലീസിങ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ വർക്കിംഗ് അവേഴ്സിൽ നമ്മളൊരു എന്താ പറയുക, ഒന്ന് ഫ്രീ ആയിട്ട് നമ്മളൊരു റെക്രിയേഷനിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഫോർമലായിട്ട് പോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ ഇറ്റ് സ്പീക്സ് അബൌട്ട് what are the styles of communication. ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ, when you are conducting a board meeting, when you are conducting a staff meeting, when you are conducting an employees meeting, whatever it may be, when you are conducting a meeting, the style of communication is different from that of when you are talking with a person outside the organization. ഒരു ഓർഗനൈസേഷൻ്റെ പുറത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ രീതി ആവില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. So verbal communication is the use of words to share information with other people. It can therefore include both spoken and written. Many people use the term to describe only spoken communication. നമുക്ക് റിട്ടൺ ആയാലും അതേപോലെ തന്നെ സ്പോക്കൺ ആയാലും വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. Second one is, here we are speaking about public speaking. So verbal communicationൽ വരുന്നത് തന്നെയാണ് public speaking. To be an effective public speaker, a professional must be prepared to communicate with a particular group of persons, thus preparing the speech to fit the audience. നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ഓഡിയൻസ് ആരാണ്? whom we are going to speak with, interact with, whom we are going to address. ആരിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ആരോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ആരോടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്? ഹൂ ആർ അവർ ലിസണേഴ്സ്? അതാദ്യം മനസ്സിലാക്കിയിട്ട് വേണം അവർക്കുള്ള രീതിയിലാണ് നമ്മൾ സ്പീച്ച് തയ്യാറാക്കേണ്ടത്. ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഹൂ ആർ അവർ ലിസണേഴ്സ്? നമ്മുടെ ലിസണേഴ്സ് ആരാണ്? സ്റ്റുഡൻസ് ആണോ, അല്ലെങ്കിൽ പബ്ലിക്കാണോ, അല്ലെങ്കിൽ സ്റ്റാഫാണോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണോ? ഹൂ ആർ അവർ ലിസണേഴ്സ്? അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റി വരുന്നത്. ആൻഡ് ദെൻ ഈസ് a professional delivered speech is well organized and thought out, convinces the listener know what you are talking about. Listeners-ന് മനസ്സിലാവണം what the person who is speaking about എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ അവിടെ വ്യക്തമായി കഴിഞ്ഞാൽ പബ്ലിക് സ്പീക്കിങ്ങിൽ അയാൾ വിജയിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയും. So what he is intended to say and what he is planned to communicate with the people, if it has been communicated clearly and if the listeners has understood what the person is saying, finish. The matter is very clear. Second thing is digital way of communication. Digital communication എന്ന് പറയുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇമെയിൽ, ബ്ലോഗിംഗ്, texting, internet conferencing, and research and teleconferencing are all forms of communication that effective professionals must understand and master. നമ്മളൊരു സോഷ്യൽ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. We have some ethics to follow that. We have some disciplines. So അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Okay, and then electronic mail is quick and efficient and documents can be referred back later. Digital communication is the way of the future. Every professional must learn which type of digital communication is the most effective for him. അപ്പോൾ അയാൾ ചെയ്യുന്ന ഓരോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിലും ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും
അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളതും ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ഫോർമാറ്റിലാണ്. ഈവൻ നമ്മുടെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് പോണത്. ഹൗ ഐ ആം ഡൂയിങ്, ഹൗ ഐ ആം അപ്രോച്ചിങ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ കൺസിഡേർഡ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ ഉണ്ടായാലാണ് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് കൊടുക്കാനായിട്ട് പറ്റും, എഫക്റ്റീവായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദാറ്റ്? ഫസ്റ്റ് തിങ് ഈസ് വൈഡ് റീഡിങ്. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ടോക്ക് കൊടുക്കാൻ പോണ സമയത്ത് വി ഷുഡ് ഹാവ് വൈഡ് നോളജ് അബൌട്ട് ഇറ്റ്. വി ഷുഡ് റീഡ് one or more books, or we have to refer so many references. നമ്മുടെ ടെക്സ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സ് ഏതിലേക്കാണോ വരുന്നത് എല്ലാതും നമുക്ക് വായിച്ച് നോക്കാൻ പറ്റണം. അങ്ങനെ സാധിച്ചെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇംപ്രൂവ് അവർ നോളജ് ആൻഡ് വി ക്യാൻ തറോ ഇൻ അവർ ഏരിയ. അപ്പോൾ നമ്മുടെ ഭാഗങ്ങൾ ഏതാണോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള പാർട്ട് ഏതാണോ ആ പറയാനുള്ള പാർട്ട് ഏതിലേക്കാണ് അതിനെക്കുറിച്ച് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ വി വിൽ ഗെറ്റ് സം ഐഡിയ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. സെക്കൻഡ് തിങ് ഈസ് പ്രിപ്പറേഷൻ. അപ്പോൾ വൈഡ് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോന്നിലും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടായിരിക്കാം, സെൻറ്റൻസസ് ഉണ്ടായിരിക്കാം, നമുക്ക് പറയാവുന്ന കോട്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ദെൻ സംടൈംസ് ലിസൺ ദ പീപ്പിൾ ഹു ആർ ഗിവിങ് ടോക്ക് അബൌട്ട് ഓൺ ദോസ് ടോപ്പിക്സ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആരെങ്കിലും അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ പറഞ്ഞ ആൾക്കാരുടെ ക്ലാസ്സുകൾ നമ്മളൊന്ന് കേട്ട് നോക്കുക. സോ വിൽ ഗെറ്റ് സം മോർ പോയിൻറ്റ്സ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് എങ്ങനെയായിരിക്കണം ഒരു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്, ഏതാണ് ആദ്യം പറയേണ്ടത്, ഏതാണ് അവസാനം പറയേണ്ടത്, ഏതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഈസ് അവർ ബോഡി ലാംഗ്വേജ്. സോ വെൻ യു സ്പീക്ക് look into the eyes of the audience. ഓഡിയൻസിൻ്റെ കണ്ണും നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മുടെ ബോഡി ലാംഗ്വേജ് അവരിനെ ഒരു തരത്തിലും ഡിസ്ട്രാക്റ്റ് ചെയ്യാത്തതായിരിക്കണം. ഹൗ വി സ്റ്റാൻഡ്, ഹൗ വി വാക്ക്, വാട്ട് ആർ ഓൾ ദി ആക്ഷൻസ് വി ഡു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഫോർ ക്ലിയർ, ആക്യുറേറ്റ് ആൻഡ് തോട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ വൺ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഇസ് വേർഡ്സ്, tones, gestures, facial expressions and body language go with the conversation. News readers, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസ് ചാനൽസ് കാണുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും. ദ ന്യൂസ് റീഡേഴ്സിന് നന്നായിട്ട് റീഡ് ചെയ്യാവുന്ന ഫ്ലുവൻ്റായിട്ട് ആ പർട്ടിക്കുലർ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരനെ മാത്രം എടുത്തുകൊണ്ടായോ? ഇല്ല. അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ഓരോ ന്യൂസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ where you have to press upon, where you want to change your tone, when you are reading very sad news, how should your facial expression should be? When you are reading a doubtful news or when you are reading a very sensitive news, how your facial expression should be. Everything counts because the whole world is watching. കാരണം നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ വായിക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ? ഇത് പറഞ്ഞു വന്നപ്പോഴേക്കും ഓർമ്മ വരുന്നത് നമ്മുടെ ന്യൂസിനെ കുറിച്ച് കുറേ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പെൺകുട്ടി ന്യൂസ് ഹെഡ്ലൈൻസ് വായിക്കാനായിട്ട് വന്നതാണ്. ഹെഡ്ലൈൻസ് വായിക്കാനായിട്ട് നോക്കുമ്പോഴാണ് അന്നത്തെ ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് എഴുതിയിട്ടില്ല എന്നുള്ളതിന് അവർക്ക് ഓർമ്മ വരുന്നത്. സോ അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെ പല ട്രോളുകളും ഇറങ്ങുന്നുണ്ട് ന്യൂസിനെ കുറിച്ചിട്ട്, പിന്നെ ആ ന്യൂസിൽ വരുന്ന തെറ്റുകളിനെ കുറിച്ചിട്ട്.
സംടൈംസ് സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്ലിപ്പ് ഓഫ് ടങ് പരമാവധി റെഡ്യൂസ്ഡ് ആയിരിക്കണം. വി ഷുഡ് ബി ഫ്ലുവൻറ്റ്. ദ ഫേഷ്യൽ എക്സ്പ്രഷൻ എപ്പോഴും ഒരേ പോസ്ചറിൽ നിന്ന് ഒരേ ഗസ്റ്റർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഐസ് ഓപ്പണിങ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളിപ്പോൾ ഡിബേറ്റിൽ ഇരിക്കുമ്പോൾ, ഇന്ന് ന്യൂസ് ചാനൽസ് ഒരു 8 o'clock ആയി കഴിഞ്ഞാൽ ഒരു 1 hour ഡിബേറ്റ് ചാനലുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്തും നമ്മൾ വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഹാവ് ടു റെസ്പോണ്ട് ഫോർ ദാറ്റ്. വി ഹാവ് ടു കണക്ട് അതർ പേഴ്സൺസ്. ഹൗ വി ആർ ഇൻറ്ററാക്റ്റിംഗ്, ദ പോസ്റ്റേഴ്സ്, ദ ഗസ്റ്റേഴ്സ്, ഇതിലൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ് അതിനിരിക്കാറ്. നമ്മളൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗസ്റ്റേഴ്സ്, നമ്മുടെ പോസ്റ്റേഴ്സ്, ഹൗ വി ആർ സ്റ്റാൻഡിങ്, ഹൗ വി ആർ മേക്കിംഗ് എ മൂവ് വിത്ത് യുവർ ഹാൻഡ്സ്, where your eyes are going on എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. നമ്മൾ പറയുമ്പോൾ സ്പീക്കേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമല്ല വേണ്ടത്. ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെ സംസാരിക്കണം, അതല്ല. ഒരു പേഴ്സൺ ലിസൺ ചെയ്യാനിരിക്കുമ്പോൾ അയാൾക്ക് ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ, അയാൾക്ക് എണീറ്റ് പോകാൻ തോന്നരുത്. മനസ്സിലാവുന്നുണ്ട്? ഒരു പേഴ്സൺ സംസാരിക്കുന്നുണ്ടെങ്കിൽ ദ ഓഡിയൻസ് ഓർ ദ ലിസണേഴ്സ് ആർ സപ്പോസ് ടു ഹിയർ. നിർബന്ധപൂർവ്വം ഇരിക്കേണ്ടതല്ല, നമ്മൾ കേട്ടിരുന്ന് പോവും അല്ലേ? ചില ആൾക്കാരുടെ ടോക്ക് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല, നമ്മുടെ പരിസരം മറക്കും. നമ്മൾ അവിടെ ഇരുന്ന് ആൾ എന്താണോ സംസാരിക്കുന്നത് അതിലേക്ക് ലയിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഓൾവേസ് തിങ്ക് when you speak, the listeners are sitting in front of you and they are watching you, they are listening you. അവർ എഴുന്നേറ്റ് പോകാവുന്ന രീതിയിലേക്ക് ആവരുത്, അവരിരുന്ന് ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്കാണ് നമ്മുടെ സ്പീക്കിംഗ് കപ്പാസിറ്റി പോകേണ്ടത്. ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഓൾവേസ് തിങ്ക് അബൌട്ട് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് പ്ലാൻ റെസ്പോൺസസ് അക്കോർഡിംഗ്ലി. എല്ലാവർക്കും ഇത് മുഴുവനായിട്ട് കേട്ടിരിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്താണ്, പറയേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനൊന്നും ഉണ്ടാവില്ല. സോ ഹൗ യു ആർ ഗോയിങ് ടു ടോക്ക്, on what points, on what grounds, how we are coordinating it, ആ കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. നമ്മൾ തന്നെ ഡൗട്ട് അടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ സംശയമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് പറ്റുക. സോ വെൻ യു ആർ സ്പീക്കിംഗ് അബൌട്ട് എനിത്തിങ്, വെൻ യു ആർ പാസിംഗ് ഓൺ എനി ഇൻഫർമേഷൻ, be firm and be confident on what you are speaking. Speaking in a confident manner will help in building trust and get the respect of audience. നമ്മൾ സംസാരിക്കുന്ന വിധത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയായിരിക്കും നമുക്ക് ഓഡിയൻസിൻ്റെ കയ്യിലുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മൾ ബോറിംഗായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓഡിയൻസും ബോറിംഗായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കോൺഫിഡൻറ്റോട് കൂടിയിട്ട്, നമ്മൾ എൻതുസിയാസ്റ്റിക്കോട് കൂടിയിട്ട്, നമ്മളൊരു പ്രസൻറ്റേഷൻ സ്കില്ലോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാനും അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഓരോ കാര്യങ്ങളും അത് അവർക്ക് അവരുടെ മടുപ്പ് മാറ്റാനുള്ളതുമായിരിക്കും. And then develop skills. A good communicator continuously working hard on developing communication skill. There are many techniques that we can learn to help improve it. Mind mapping, workshops and online communication courses can be very helpful in this regard. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പല ടെക്നിക്സും അവൈലബിൾ ആണ്. സോ ഗോ ഓൺ ദാറ്റ്, ഗോ ഓൺ വാച്ചിങ് ഓൾ ദോസ് തിങ്സ്. അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ഇനി നമുക്ക് പ്രൊഫഷണൽ പ്രസൻറ്റേഷനിലേക്കാണ് രണ്ടാമത്തെ ഭാഗം. പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. Presentations is an important skills for professionals. How we are presenting this matter to the public, this matter to the audience, this matter to the group in front of us. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയാണ് ഈ മാറ്റർ പ്രസൻറ്റ് ചെയ്യാൻ പോണത്. That is, presenters not only need to have knowledge of the topic being presented, but also have a strong command of language and the ability to briefly organize and express their thoughts.
ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ അറിയണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്നിട്ട് എന്താ കാര്യം? അപ്പോൾ എനി പേഴ്സൺ ഹു ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് or who is going to present on a particular topic, if he is very well known about the topic, then he should have the command of language. അതാണ് പിന്നെ അയാൾക്ക് വേണ്ട സ്കിൽ. അയാൾ ഓർഗനൈസ് ചെയ്തത്, അയാൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് ഹൗ ബ്രീഫ്ലി ഹി ക്യാൻ റീച്ച്, നോട്ട് ഗോയിങ് ഓൺ ഓൾ ദി സ്റ്റോറീസ്. നമ്മൾ പല കാര്യങ്ങളും പരക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഗോ ബ്രീഫ്ലി on the topic or matter. And then verbal communication skill. ഇതിൽ ആവശ്യമായിട്ടുള്ളതും പ്രസൻറ്ററിന് ആവശ്യമായിട്ടുള്ളതും വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോൾ അവിടെ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വോയിസ് ടോൺ, പിച്ച് ആൻഡ് വോള്യൂം ഓൾ കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ് പ്രസൻറ്റേഷൻ. ചില സമയത്ത് ശബ്ദം താത്തി പറയേണ്ടി വരും, ചില ഭാഗങ്ങൾ വരുമ്പോൾ ശബ്ദം ഉയർത്തി പറയേണ്ടി വരും. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒഴുക്കിലൂടെ പോകുന്ന പോലെ ആയിരിക്കണം, ചില കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരും. അപ്പോൾ ദ ടൈപ്പ് ഹൗ വി ആർ, ഇതൊക്കെ പല കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ വോയിസ് ടോൺ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, പിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, വോള്യൂം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ലിസണേഴ്സിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലത് ആക്സെപ്റ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസഗ്രി ചെയ്യാനോ സാധിക്കും. നമ്മൾ ഈ ഒരു മോഡലിങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ലിസണേഴ്സിനെ അത് കേട്ടിരിക്കാനും അവർക്ക് അതിലെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് റീച്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അതേപോലെ തന്നെ കണ്ടൻറ്റ്, രണ്ടാമത്തേത് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ദ എബിലിറ്റി ടു ഡെലിവർ കണ്ടൻറ്റ് ദറ്റ് ഇസ് ലോജിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് ഫ്ലോസ് ലോജിക്കലി. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ട്, വൺ ആഫ്റ്റർ ദി അനദർ. ആദ്യം പറയേണ്ട കാര്യം ആദ്യം പറയണം, അല്ലാണ്ട് അവസാനം പറയേണ്ട കാര്യമല്ല നമ്മൾ ആദ്യം കയറി പറയണം. സോ ദ ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. And then is non-verbal communication, combining oral communication with visual cues such as text, pictures and non-verbal communication helps the audience to understand the message and improves the audience perception of the presenter. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറച്ചും കൂടിയും കളർഫുള്ളായിട്ട് ഒരു വിഷ്വൽ പ്രസൻറ്റേഷനും കൂടി അതിൽ കമ്പൈൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കണ്ടൻറ്റ് വളരെ വ്യക്തമായിട്ട് ഓഡിയൻസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ, അതിലെന്തൊക്കെയാണ് വേണ്ടത്? ഇൻട്രൊഡക്ഷൻ, ബോഡി, സമ്മറി, വിഷ്വൽ എയ്ഡ്സ്. നമ്മളൊരു കാര്യം ഓർഗനൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ രീതിയിൽ എന്താണ് വേണ്ടത്? ഒന്ന്, നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ, നമ്മുടെ മെയിൻ കണ്ടൻറ്റ്, പിന്നെ അതിനെക്കുറിച്ചുള്ള നമ്മൾ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒന്നും കൂടിയും സമ്മറൈസ് ചെയ്ത് പറയുക, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽ എയ്ഡ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. ഇനി പ്രസൻറ്റേഷന് കുറച്ച് ടെക്നിക്കുകളുണ്ട്. ഗ്യാദർ ഇൻഫർമേഷൻ, റൈറ്റ് ഡൗൺ മെയിൻ ഐഡിയാസ്, ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ, പ്രാക്ടീസ് ദ സ്പീച്ച്, ഡെലിവറി സ്റ്റൈൽ, use of podium, length of delivery, eye contact, voice, speak calmly, question and answer session. അപ്പോൾ ഒരു പ്രസൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് തിങ് ആൻഡ് വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ് എന്നുള്ളത് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഡെവലപ്പ്, ആ ഓരോന്നിനും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കുക. ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. പറയാൻ ഉദ്ദേശിച്ച സ്പീച്ച് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാളും മുൻപ് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആൻഡ് ദെൻ ഡെലിവറി സ്റ്റൈൽ, പെറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീട്ടിലുള്ള ആൾക്കാരുടെ മുമ്പിലിരുത്തി നമ്മൾ പറയുന്ന രീതി അവർക്ക് മനസ്സിലാവണുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് വേണോ എന്നുള്ളത് ഒരു ഡെലിവറി സ്റ്റൈൽ. യൂസ് ഓഫ് ദി പോഡിയം, നമ്മൾ എങ്ങനെയാണ് പോഡിയത്തിൽ നിന്ന് നമ്മൾ മാറാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാറാതെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഡിജിറ്റൽ ക്ലാസ് ആയതുകൊണ്ടാണ് മാറാതെ നിൽക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോഡിയത്തിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. പോഡിയത്തിൽ നിന്ന് മാറുമ്പോൾ വരുന്ന ഇൻട്രാക്ഷൻ സ്റ്റൈൽ,
ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ദി ഓഡിയൻസ്. അതിലൊരു മാറ്റം വരും. നമ്മൾ ഇവിടെ തന്നെ പോഡിയത്തിൻ്റെ അവിടെ തന്നെ നിന്ന് നമ്മൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ഇൻ എ ഫോർമൽ സ്റ്റൈൽ. So when you move from the podium and when we get closer with the audience, നമ്മൾ കുറച്ചും കൂടിയും ക്ലോസർ ആയിട്ട് വന്നു. ആൻഡ് ദെൻ ഇസ് ലെങ്ത് ഓഫ് ഡെലിവറി. എത്ര മിനിറ്റാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്, ആ പറയുന്ന അതിൻ്റെ ഉള്ളിൽ നമ്മൾ സംസാരിച്ച് തീർക്കാം. ഐ കോൺടാക്റ്റ്, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ഐ കോൺടാക്റ്റ്. വോയിസ്, നമ്മുടെ വോയിസിൽ വരുന്ന മോഡുലേഷൻ, വോയിസ് ടോണിൽ വരുന്ന ക്ലിയർ ആയിരിക്കണം വോയിസ് എപ്പോഴും. അതല്ലാതെ വളരെ ഫീബിളായിട്ടുള്ള വോയിസിലാണെന്നുണ്ടെങ്കിൽ ലിസണേഴ്സിന് കേൾക്കാൻ താല്പര്യമാവില്ല. വളരെ ലൗഡ് നോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. സോ യുവർ വോയിസ് ഷുഡ് ഫ്ലോ ഓൺ ആൻഡ് ഹൗ വി ആർ സ്പീക്കിംഗ്. And then സംസാരിക്കുമ്പോൾ always speak calmly, don't raise your voice. And finally you give an interactive session, ask questions and get answers so that we can understand how far the audience have ലിസൺ ടു യു എന്നുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് പ്രസൻറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് ബാക്കിയുള്ള പ്രസൻറ്റേഷൻ, പോസ്റ്റർ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, സോ താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.